പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഹൈറിച്ച് ലീഡർമാരെ കുറിച്ച് ഉള്ളത്. നമുക്കറിയാം, ഹൈറിച്ചിൻ്റെ മുതലാളിമാർ പണ്ട് മുതൽക്കേ തന്നെ അവർ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. ഗ്രീൻകോ കേസിൽ ശിക്ഷിച്ചിട്ടാണ് 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചതിന് ശേഷമാണ് അവൻ ഇപ്പോൾ താവനൂർ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അത് അവർ വിട്ടേക്കുക. ഇപ്പോൾ കമ്പനിയുടെ CEO ഇപ്പോൾ അവരെ വിളിക്കുന്നവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊക്കെ ആർത്തി മൂത്തിട്ടല്ലേ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഈ കമ്പനിയിൽ പണം ഇട്ടിരിക്കുന്നത്? 5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 55 ലക്ഷം കിട്ടുമെന്നും അതുപോലെ തന്നെ 10,000 ഇട്ട് കഴിഞ്ഞാൽ വെറുതെ മാസം 500 രൂപ ലഭിക്കുമെന്നൊക്കെ കരുതി ഇട്ടിരിക്കുന്നത് ആർത്തി മൂത്തിട്ട് അല്ലേ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, 2.5 വർഷമായിട്ട് 2 വർഷവും 2 മാസവുമായിട്ട് കമ്പനി പൂട്ടിക്കിടക്കുകയാണ്. 5ൻ്റെ പൈസ ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ ചില ലീഡർമാരൊക്കെ അവരുടെ സ്വത്ത് വിറ്റിട്ടും പിന്നെ അവരുടെ സമ്പാദ്യങ്ങളൊക്കെ അവർ കാരണം ഈ തട്ടിപ്പിൽ പെട്ടുപോയ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 13 വർഷമായിട്ട് കിടപ്പ് രോഗിയായിട്ട് കിടക്കുന്ന ആൾക്കാരെ പോലും തിരിഞ്ഞു നോക്കാത്ത ലീഡർമാരും, വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത്തരത്തിലുള്ള കഫന്തീനികളായ ലീഡർമാരും ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ജിനൽ ജോസഫ് 50 സെൻറ്റാണ് അദ്ദേഹം പെടുത്തിയിരിക്കുന്ന ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത്. 50 സെൻറ്റ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്വത്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചേർത്തലയിലുള്ള ഒരു ലീഡർ, അവർ ചേർത്ത ആൾക്കാർക്ക് അവരുടെയും ഇതുപോലെ തന്നെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന വസ്തു വിറ്റിട്ട് അവർ ചേർത്ത എല്ലാവരുടെയും ബാധ്യത തീർക്കുകയുണ്ടായി. കണ്ണൂരുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ കേസ് കൊടുക്കും എന്നറിഞ്ഞപ്പോൾ തന്നെ ചിലരൊക്കെ അതുപോലെ തവണകളായി അവരുണ്ടാക്കിയ ബാധ്യത തീർത്തിട്ടുണ്ട്. എന്നാൽ പറഞ്ഞു വരുന്നത്, കിടപ്പ് രോഗികളെ പോലും തിരിഞ്ഞു നോക്കാത്ത കഴുകന്മാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ 2 വർഷമായിട്ട് പോലും അവർക്ക് യാതൊരുവിധ ബെനിഫിറ്റും, അല്ലെങ്കിൽ അവർ കാരണം അവരുടെ ലീഡർമാർ 18 ലെവലിൽ വീതിച്ചെടുത്ത പണം പോലും തിരികെ കൊടുക്കാതെ അപ്ഡേഷൻ കൊടുത്ത് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കഴുകന്മാർ, കഫന്തീനികൾ, ചെറ്റകൾ ഉണ്ട് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ കാര്യം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ കമ്പനിക്ക് ഇനി ഒരിക്കലും തിരിച്ചു വന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വെറും 250 കോടി, മാക്സിമം പോയി കഴിഞ്ഞാൽ 250 കോടി മാത്രമാണ് ഫ്രീസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. സ്റ്റേജിൽ വന്ന് തള്ളിമറിച്ചത്, തുള്ളിമറിച്ചത്, അർമാദിച്ചത്, അട്ടഹസിച്ചത് ഞങ്ങൾ 3000 കോടി ടേൺ ഓവറുള്ള കമ്പനിയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് വെറും 212 പിന്നെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള സംഖ്യകൾ മാത്രമാണ്. 250 കോടി മാത്രമാണ് കൂടിപ്പോയാൽ ഉണ്ടാവുക. ബാക്കിയെല്ലാം എവിടെ എന്നുള്ള ഉത്തരം കമ്പനി തന്നെ പറയേണ്ടതാണ്. അപ്പോൾ അത് ലീഡർമാരാണോ കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കമ്പനി തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ കിടപ്പ് രോഗികളെ പോലും പറ്റിച്ചിരിക്കുന്നവരെയൊക്കെ നാട്ടിൽ വെറുതെ അങ്ങനെ ഒന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ നടക്കാൻ വിടരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അവരൊക്കെ അവരുടെ ബാധ്യതകൾ പ്രലോഭിപ്പിച്ച് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇത്തരത്തിലുള്ള കിടപ്പ് രോഗികളെയും വൃദ്ധന്മാരെയും ഒക്കെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങളുടെ കൂട്ടായ്മ 16 ലക്ഷം
ലജ്ജയില്ലെങ്കിൽ 16 ലക്ഷത്തിൽ ഒരു 5 എണ്ണത്തിനെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി പുറപ്പെടണം. ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരെ പറ്റിച്ചവന്മാരെ കണ്ടെത്തി അവരുടെ പണം തിരികെ കൊടുക്കാൻ. അതിന് കമ്പനിയോ അല്ലെങ്കിൽ കേസോ ഒന്നും തീരുമാനമാവേണ്ടതില്ല. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഈ കമ്പനി തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവരോട് സഹതാപമില്ല എന്ന് പണ്ട് പറഞ്ഞതാണ്. അവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇനിയും നിങ്ങളൊന്നും ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ, അപ്പോൾ നിങ്ങൾ ചോറൊന്നും നല്ല കഴിക്കുന്നത് എന്നുള്ള പുച്ഛവും പരിഹാസവുമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ കേസിന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ വെറും അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇവരൊന്നും ഒരിക്കലും കേസിനും പോവില്ല. അവർ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട പണത്തിന് ഉള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല. ഇവർ ഇപ്പോഴും ഈ 5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 55 ലക്ഷം കാത്തിരിക്കുന്ന വ്യാമോഹികൾ, അത്യാഗ്രഹികൾ മാത്രമാണ്. ഇതിനോടൊപ്പം എടുത്ത് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇവരുടെ CEO എന്തോ ഗുരുതര അസുഖം ബാധിച്ച് ആശുപത്രിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഗ്രൂപ്പുകളിൽ കാണാൻ പറ്റി. അതിനോട് പറയാനുള്ളത്, ആൾക്കാരെ പറ്റിച്ച പണം കൊണ്ട് വലിയ മെഡിക്കൽ ഇൻഷുറൻസും അതുപോലെ തന്നെ വലിയ കമ്പനിയുടെ ഓണറാണ് എന്നൊക്കെയുള്ള നാട്യവും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അവശത അനുഭവിക്കാനുള്ള കഴിവുമുണ്ടെങ്കിൽ, ഇതുപോലെ ചെറിയ ചെറിയ തുമ്മലിനും ചീറ്റലിനും മൂക്കൊലിപ്പിനും അല്ലെങ്കിൽ തലവേദന എന്നൊക്കെ പറഞ്ഞ് അഡ്മിറ്റാവാനും അവിടെ നിന്ന് സെൽഫി എടുക്കാനും ആർക്കും സാധിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓരോരോ നമ്പറുകളാണ് എന്നാണ് പറയാനുള്ളത്. കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന വ്യവസ്ഥകൾ ലംഘിക്കാനും അതുവഴി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാതിരിക്കാനും ഉള്ള ചില അടവുകൾ മാത്രമാണ് പ്രഗത്ഭന്മാരായ അല്ലെങ്കിൽ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാർ കൂടെയുള്ളപ്പോൾ എന്തിനും ഇവർ തയ്യാറാവും എന്നാണ് പറയാനുള്ളത്. എന്തായാലും അടുത്ത സിറ്റിംഗ് 20-ാം തീയതിയാണ്. ഇവരുടെ എല്ലാ കേസുകളും തൃശ്ശൂരേക്ക് മാറ്റണം എന്ന് പറയുന്ന കേസിൻ്റെയും സിറ്റിംഗ് 20-ാം തീയതിയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏത് കേസിന് പ്രാധാന്യം കൊടുക്കും എന്നതാണ് അടുത്ത ചോദ്യം. ബഡ്സ് കേസിനോ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ കേസുകളും തൃശ്ശൂരേക്ക് മാറ്റാൻ വേണ്ടിയുള്ള കേസിനാണോ ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്? ബഡ്സ് കേസിന് പ്രാധാന്യം കൊടുത്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അവിടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച അക്കൗണ്ടിലെ പണം ട്രഷറിയിലേക്കോ അല്ലെങ്കിൽ SBIയിലേക്കോ മാറ്റാനുള്ള കാര്യമാണ് അടുത്ത പുതിയ ജഡ്ജ് ചെയ്യാനുള്ളത്. പഴയ 2 ജഡ്ജിമാർ ഉണ്ടാക്കിയിരിക്കുന്ന ഇടക്കാല ഉത്തരവിൽ തീർപ്പാക്കാൻ ബാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് 1-2 സിറ്റിങ്ങുകൾ ഇനിയും വേണ്ടി വരും അതിൽ തീരുമാനമാകാൻ വേണ്ടി. അപ്പോൾ ഈ ബെഞ്ചിലും മെറിറ്റ് വാദിക്കാതെ, കമ്പനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാതെ ഇട്ടിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ കേസ് സ്വയം മാറ്റിവെച്ച് ദീർഘിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ജയ് വിളിക്കുന്ന ജനങ്ങൾ തന്നെ പ്രതികരിച്ച് തുടങ്ങും എന്നാണ് പറയാനുള്ളത്.